KJ ഷൈൻ നൽകിയ അപകീർത്തി കേസിൽ മെറ്റ പോലീസിന് വിവരങ്ങൾ കൈമാറി. 5 ലിങ്കുകളുടെ വിവരങ്ങളാണ് കൈമാറിയത്. 13 ലിങ്കുകളാണ് പോലീസ് നൽകിയത്. നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്നു. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, ഇപ്പോൾ മെറ്റ നൽകിയ വിവരങ്ങൾ പരിശോധിച്ചാണോ കൂടുതൽ നടപടിയിലേക്ക് നീങ്ങുന്നത്? ഇപ്പോൾ ആരൊക്കെയാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ 13 ലിങ്കുകളാണ് പോലീസ് മെറ്റയ്ക്ക് വിശദാംശങ്ങൾ നൽകാനായി KJ ഷൈൻ നൽകിയ പരാതിയിൽ മെറ്റയ്ക്ക് പോലീസ് നൽകിയിരിക്കുന്നത്. ഈ 13 ഈ KJ ഷൈനെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ ഫേസ്ബുക്കിലൂടെ നടത്തുകയാണ്. ഈ ഫേസ്ബുക്കിന്റെ പോസ്റ്റുകളുടെ ആധികാരികത ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ മെറ്റയുടെ സഹായം പോലീസ് തേടിയിരുന്നത്. അതിൽ 5 ലിങ്കുകളുടെ വിശദാംശങ്ങളാണ് നിലവിൽ പോലീസിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് മെറ്റ കൈമാറിയിരിക്കുന്നത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഉടമസ്ഥർ അല്ലെങ്കിൽ ഈ പോസ്റ്റ് ഇട്ടവരെയാണ് നിലവിൽ പോലീസ് ചോദ്യം ചെയ്യുന്നത്. ഒപ്പം തന്നെ മറ്റു ചിലരെ കൂടി പോലീസ് ചോദ്യം ചെയ്യാൻ ഒഴുകുന്നുമുണ്ട്. ഏതായാലും മറ്റ് 8 ലിങ്കുകൾ കൂടി മെറ്റ കൈമാറാനുണ്ട്. ആ ലിങ്കുകൾ കൂടി കൈമാറിയ ശേഷം കൂടുതൽ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കേസിലെ 1-ാം പ്രതി ഗോപാലകൃഷ്ണൻ നിലവിൽ ഒളിവിലാണ്. ഗോപാലകൃഷ്ണൻ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതിനെ കാത്തിരിക്കാമെന്നാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ KJ ഷൈൻ നൽകിയ മറ്റൊരു പരാതിയിൽ നേരത്തെ KM ഷാജഹാൻ, യൂട്യൂബർ KM ഷാജഹാനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ കൂടുതൽ അടുത്ത നടപടികളിലേക്ക് പോകാനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി മെറ്റ നൽകിയ വിശദാംശങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ മെറ്റിൽ നിന്ന് ലഭിക്കുന്നതിന് അടുത്ത നടപടികളിലേക്ക് പോകുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്.